ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ മധുരയാടി വന്നു, ഇവള് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ ആകുന്നത്ര എതിർത്ത് നോക്കി. അന്നും അവൾ പൊക്കി വലിച്ച് ജീവൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി അന്നും അവൻ ബലാത്സംഗം ചെയ്തു. സാറിന്റെ ജീവിതത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നീതി നിഷേധിക്കപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അതിനെ എങ്ങനെയായിരിക്കും തരണം ചെയ്തത്? എനിക്കൊരു തിരിച്ചൊരു ചോദ്യം. എനിക്ക് കുറേ സംഭവങ്ങൾ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. അതിനു മുൻപ് എനിക്ക് പ്രേക്ഷകരോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് ചോദിക്കേണ്ടുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഭാര്യയെ ഒരാളെ ബലാത്സംഗം ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആ സ്ത്രീയെ നിങ്ങൾ കുറ്റപ്പെടുത്തുമോ? അവരെ സമൂഹത്തിൽ പിഴച്ചവളായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുമോ? വീട്ടിൽ കൊണ്ട് ആക്കുകയോ ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുമോ? അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നത്. മലപ്പുറത്ത് ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കാലഘട്ടത്തിലുണ്ടായൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ വീട്ടിലെ അവിടെ ഫാദറിൻ്റെയും മദറിൻ്റെയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് വെളിയിലാണ്. ഞങ്ങൾ ഇവളെ കണ്ടത് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഹൈക്കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഫയൽ അടിക്കാൻ വേണ്ടി ചെന്നാണ്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. പുറത്ത് ഒരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. പെൺകുട്ടിയുടെ വനിതാ പോലീസ് എന്തൊക്കെയോ ചോദിക്കുന്നു. ഞാൻ ചെന്നപ്പോഴാണ് തലേദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല, CA കാണാമെന്നായിരിക്കും വിചാരിച്ചു. പക്ഷേ ഞാനിത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വനിതാ പോലീസ് എൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു, സാറേ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഒരു വല്ലാത്ത സങ്കട കഥയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഈ പെൺകുട്ടിയെ 2 പേര് ബലാത്സംഗം ചെയ്തു. ഞാൻ പറഞ്ഞു കേസ് എടുത്തില്ലല്ലോ. നമ്മുടെ വ്യക്തിയിലാണ്, പക്ഷെ കേസ് എടുത്തിട്ടില്ല. ഇന്നലെ വന്നിട്ട് അവർ പോയി. ഇന്ന് അവരോട് ആരോ പറഞ്ഞു ഒന്നുകൂടെ പോയി കാണാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു വലിയ സംഭവം, നമ്മൾ കേസെടുത്തായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് സർക്കിൾ അദ്ദേഹത്തിന് ഒരു ചെറിയ എന്തോ ഒരു പരിഞ്ഞലുണ്ട്, സാർ ഇതൊന്ന് അദ്ദേഹത്തോടൊന്ന് പറയുകയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചോദിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം അതിന് മുമ്പ് 2 കേസുകളിൽ വളരെ സീരിയസ് ക്രൈംസിൽ ആക്ഷൻ എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഭരണകക്ഷിയും അദ്ദേഹവുമായിട്ട് ഒരു തെറ്റിലാണ്. അദ്ദേഹത്തിനെതിരെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാൻ. അതിനിടയ്ക്ക് അവരുടെ ഒരു നേതാവിനെ കൂടെ ഇതിനകത്തേക്ക് പെടുത്തിയാലുണ്ടാകാവുന്ന പ്രത്യാഘാതം ഓർത്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒന്ന് പരുങ്ങി കളിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്തിട്ട് നടപടി എടുക്കാതെ പോയാൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ നേരെ അകത്ത് കയറി അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ നമ്മൾ നടപടി എടുക്കണ്ടേ, ഇല്ലെങ്കിൽ നാളെ അത് വലിയ പ്രശ്നമില്ലേ, ആ പെൺകുട്ടി വല്ല പ്രശ്നം കാണിക്കുമോ? ഞാൻ നേരെ നമുക്ക് നോക്കാമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അത് അത്ര ഏറ്റില്ല. ഞാൻ നേരെ വന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഒന്നുകൂടെ കയറി CA കാണണം, CA സാറിനെ. അദ്ദേഹം ഒന്ന് ആടി നിൽക്കുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അകത്ത് കയറിയിട്ട് ഞാൻ ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ സാർ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, ഞാനങ്ങ് മരിക്കാൻ തീരുമാനിച്ചു, ഇത്ര നീ പറഞ്ഞിട്ട് വാ, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ അപ്പം തന്നെ ഹാഫ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വളരെ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട്, വളരെ ഉറച്ച ശബ്ദത്തിൽ, ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിതം അവസാനിപ്പിക്കും, എനിക്ക് ആൾക്കാരുടെ അധിക്ഷേപം കേട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇതിൻ്റെ സത്യാവസ്ഥ പുറം ലോകം അറിയണം, അത് സാറ് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിക്കും, ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്നെ CA അകത്തേക്ക് വിളിച്ചു. അവൾ ഭയങ്കര അഡമൻ്റായിട്ട് നിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു സാർ നടപടി വേണം, അല്ലെങ്കിൽ പ്രശ്നമാവും. എന്നോട് പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞു സാർ വിഷമിക്കേണ്ട, പ്രതിയെ പിടിക്കലും ബാക്കിയുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റോളാം, നമ്മളേതായാലും അതിന് വിധിക്കപ്പെട്ടവരാണല്ലോ, നമുക്ക് കേൾക്കാതെ. അവിടെ മൊഴി പഠിച്ച് FIR ഇട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. FIR ഇടുന്ന സമയം നോക്കി ഞാൻ ഇവള് പറഞ്ഞ പ്രതികളെ അന്വേഷിച്ച് പോയി. ഈ പ്രതികളെ അവിടെ സ്ഥിരമായി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പല വിഷയങ്ങളുണ്ടായി നമ്മൾ ചെല്ലുമ്പോൾ ഇവരെ സാക്ഷിയായിട്ടും അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാനും ഒക്കെ നമ്മൾ ഇവരോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ ഇവർ ചിരിക്കുകയൊക്കെ ചെയ്യും നമ്മളോട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ട് സംസാരിച്ചുള്ളതുകൊണ്ട് ഞാൻ നേരെ അവിടേക്ക് ചെന്ന് ഞാനൊന്ന് കാര്യമൊന്ന് പ്ലാൻ ചെയ്തു. കാരണം ഭരണകക്ഷിയാണ്, അവരുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയനാണ്, അവർ കുറേയധികം ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചെന്ന വഴി കയറി പിടിച്ചാൽ അവിടെ ഇടിയും പിടിയും ബഹളവും ഒക്കെ ആവും. അപ്പോൾ കുറച്ച് തന്ത്രപരമായിട്ട് ഇവനെ അവിടെ നടക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഇവനോട് രഹസ്യം ചോദിച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് നടക്കും, നിങ്ങൾ ജീപ്പ് കുറച്ച് മുമ്പിൽ കൊണ്ടുവിടണം. ഞാൻ അവനെ കയറി പിടിക്കുന്ന നിമിഷത്തിൽ പുറയിലിരിക്കുന്ന 2 പേർ ഓടി വരണം, ഇവൻ്റെ കാല് 2 പിടിച്ച് പൊക്കണം. അവൻ നല്ല ആരോഗ്യമുള്ള ഒരുത്തനാണ്. എന്നിട്ട് നമുക്ക് നേരെ ജീപ്പിൽ
കയറ്റിക്കൊണ്ട് പോകണം. അവിടെ നിന്ന് പിടിയും വലിയും ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ആൾക്കാർ ഓടിക്കൂടുന്നതിന് മുമ്പ് നമ്മൾ അവനെ എടുത്തില്ലെങ്കിൽ വലിയ വിഷയമാവും. അപ്പോൾ സെറ്റല്ലേ ചോദിച്ചു, റെഡിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അന്നത്തെ പോലീസുകാരൊക്കെ നല്ല മിടുക്കന്മാരാണ്, ചെറുപ്പക്കാർ പിള്ളേരും. നേരെ അവിടെ ചെല്ലുന്നു ഞാൻ. ഇവനെ കണ്ടു. ഞാനപ്പോൾ ആ കഴിഞ്ഞിടയിൽ അവിടെ ഉണ്ടായ ഒരു ആത്മഹത്യയെപ്പറ്റി അവനോട് പ്രത്യേകം സംസാരിച്ചു, ചോദിച്ചു. അവിടെ ആ കഥ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇൻട്രസ്റ്റഡായി. അവൻ എൻ്റെ കൂടെ എണീറ്റ് നടക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നടന്ന് അപ്പോൾ ജീപ്പ് കുറച്ച് മുമ്പോട്ട് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സേഫ് ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞപ്പം ആദ്യത്തെ ചോദ്യം, നീ ഇന്നയാളെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ എനിക്കറിയില്ല എന്ന് പറയുകയല്ല, കൈ ഒതറി നേരെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അയാളെ കയറി വട്ടം കയറി പിടിച്ച് പുറകിൽ നിന്ന് പൂട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ഇവന് ഓടിപ്പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നേരെ ജീപ്പിൽ നിന്ന് രണ്ടുപേർ ഓടി വന്ന് കാലെ പിടിച്ച് പൊക്കി നേരെ. അപ്പോൾ ജീപ്പ് പ്രവേശം ഒന്ന് എടുത്ത വണ്ടിയിലിട്ട് ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് അപ്പുറത്ത് കൂടെ കറങ്ങി സി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഇവരെല്ലാവരും ബൈക്കിൽ അവിടെ എത്തി. ഞങ്ങൾ വരുമ്പോൾ തന്നെ അവർ വല്ലാത്തൊരു മൂഡിലാണ്. അവർ വേണമെങ്കിൽ മുദ്രാവാക്യം വിളിക്കാമെന്നുള്ളൊരു മട്ടിലൊക്കെയാണ് നിപ്പ്. പിന്നെ ഇയാൾ അനിയനെ അഭിവാദ്യം ചെയ്ത് നേരെ അകത്തോട്ട് കയറി. അപ്പോൾ എന്നോട് അവിടെ നിന്നവർ പറഞ്ഞ് നമുക്ക് കാണാം, നേരിട്ട് കാണാം. ഞാൻ പറഞ്ഞു പോയി കാണാം എന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് പോയി. അവിടെ ചെന്ന് സിയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഇവൻ ചെന്ന വഴി തന്നെ സിയുടെ മുമ്പിലേക്ക് കയറി കസേരയിലൊക്കെ കാലൊക്കെ കയറ്റി വെച്ച് അവിടെ ഇരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല, വല്ല പഴച്ച പെണ്ണുങ്ങളെ കൊണ്ടൊന്നും എൻ്റെ തലയിൽ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങോട്ട് ഘോരം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് പുറത്ത് നിൽക്കുന്നവർ രോമാഞ്ചം കൊള്ളുന്നുണ്ട്. അവർ ഞാൻ ചെയ്ത എന്തോ അക്രമമാണ്, പോലീസ് എന്തോ അക്രമം ചെയ്യുന്നു, ഈ പെണ്ണിന് വേണ്ടി ഞങ്ങൾ എന്തോ അതിക്രമം കാണിക്കുന്നു എന്നുള്ള മട്ടിലാണ് പുറത്ത് നിൽക്കുന്നവരുടെ. അപ്പോൾ അകത്തിന് നീ പറഞ്ഞ വനിതാ പോലീസ് പേടിച്ചു പോയി. അവിടെ എന്തൊക്കെ ചോദിച്ചു, സാറേ ആകെ കുഴപ്പമായോ? ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ കുഴപ്പം, ഇനി ബാക്കി ഇത് നോക്കി തന്നെ. അപ്പോൾ FIR റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ അറസ്റ്റ് കാണിക്കണം. പറഞ്ഞു വേണ്ട, ഏതായാലും നീ പിടിച്ചോണ്ടോന്നല്ലോ, അറസ്റ്റ് ചെയ്യുക എൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്, ഞാൻ തന്നെ ആണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ചോദ്യം ചെയ്തിട്ട് ഞാൻ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദ്യം ചെയ്തു. ഇവനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് രണ്ടാമത്തെ കക്ഷിയെ കൂടെ കിട്ടിയാലേ അവൻ കുറച്ചുകൂടെ ഈ മെൻ്റലി ഇത്രയും ടഫല്ല. നേരെ ഞാൻ സിയുടെ അനുവാദം മേടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിക്കളയല്ലോ. നേരെ ജീപ്പിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നേരെ നടന്നു വരുന്നു. സുസ്മേരവദനായി ഞങ്ങളെ കണ്ടു. പണ്ട് പരിചയമുള്ള ആൾക്കാരാണല്ലോ. പക്ഷെ പരിചയമൊന്നും പോലീസിൻ്റെ നടപടി ബാധകമല്ല. നമ്മൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം. പരിചയക്കാരുണ്ടാവും, നമ്മുടെ നടപടി നടത്തി പോകുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ ഇറങ്ങി ഇയാളോട് എന്തോ സംസാരിച്ചിട്ട് ഈ പെണ്ണിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓടുക. ഞാൻ പതുക്കെ ഷട്ട പിടിച്ചു, നേരെ വണ്ടിയിലോട്ട് കയറ്റി. വരുന്ന വഴി ഞാൻ പുറകെ കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞ് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി വിശദമായി ചോദിക്കേണ്ടി വരും, അത് തനിക്ക് ചിലപ്പോൾ ദോഷമാവും, നാട്ടുകാരുടെ മുമ്പിൽ ചീത്തപ്പേരാവും. സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. തനിക്കും ഭാര്യയും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടുള്ള സത്യം പറ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു. അപ്പോൾ പിന്നെ ആദ്യം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒന്ന് പതുങ്ങി നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വായിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒക്കെ ഉണ്ടായ കാര്യം പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് രാത്രി പാത്രം കഴുകുന്നത് ഇവന്മാർ കാണാറുണ്ട്. അപ്പോൾ സ്ഥിരമായി ഈ നേതാവ് ഇവളെ പറ്റി വർണ്ണിക്കുകയും 2 ആഴ്ച വരുമ്പോൾ ഇവളുടെ അങ്കലാവണ്യം വർണ്ണിക്കുകയും ചെയ്യും അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കേട്ടിച്ചിരിക്കുക, നേതാവല്ലേ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് മുങ്ങി ചാടിപ്പോരുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നീട് അറിഞ്ഞത് ഇയാൾ മതിലയാടി അകത്ത് പോയി ആ പെൺകുട്ടിയെ പിടിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇയാൾ മതിലയാടി വന്നു, ഇവൾ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പാത്രം കഴുകുന്നതിന് വേണ്ടി വീടിൻ്റെ പുറത്ത് ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് അവിടെ പറഞ്ഞ് എനിക്ക് രാത്രി ഒറ്റയ്ക്ക് നിന്ന് കഴുകാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയും ഭർത്താവും പറഞ്ഞ് പുറത്ത് കഴുകുന്നതാണ് നല്ലത്, അപ്പോൾ വേസ്റ്റ് വാട്ടർ അങ്ങോട്ടേക്ക് പോലെ വീട്ടിനകത്തായി പോകും എന്നുള്ളത് ന്യായമാണ് പറഞ്ഞത്. ഇനി അവരുടെ വീട്ടിലെ സ്ഥിതി ഭയങ്കര മോശമാണ്, കാരണം ഭർത്താവ് സ്ഥലത്തില്ല, സേഫ്റ്റി വൈസ് ഭയങ്കര വീക്കാണ്. അതിന് വളരെ പ്രായം ചെന്നൊരു അച്ഛൻ, പിന്നെ മരുന്ന് കഴിച്ചാൽ അപ്പം തന്നെ ഉറങ്ങിപ്പോകുന്നൊരു അമ്മായിയമ്മയാണ് ഉള്ളത്. അപ്പോൾ ഈ അച്ഛനും അമ്മായിയമ്മയും രണ്ടുപേരും രോഗികളായതുകൊണ്ട് അവർക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷനുണ്ട്, ഈ വാതിലിൻ്റെയും കെട്ടിടത്തിൻ്റെയും പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. ആ പെണ്ണാണ് രാത്രി 9 മണിക്കൊക്കെ പുറത്ത് നിന്ന് പാത്രം കഴുകുന്നത്, ലേറ്റായിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ TV ഒക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇവൻ പുറകിൽ നിന്ന് വന്ന് ഇവിടെ വാ പൊത്തി പിടിച്ച് ഇവളാകുന്നത്ര ഇത് ചെയ്ത് നോക്കി. അന്ന് ഇവനെ മാന്തുകയോ കടിക്കുകയോ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ ഷി വാസ് റേപ്ഡ്. അതിനുശേഷം ഇവളിത് ഈ ഉണ്ടായി കരഞ്ഞുകൊണ്ട് വന്ന് അമ്മയെ വിളിച്ച് കരയണ കണ്ടപ്പോൾ തന്നെ അമ്മയുടെ റിയാക്ഷൻ വളരെ മോശമായിരുന്നു. എന്തോ പറഞ്ഞ് നിനക്കെന്തോ ഭ്രാന്താണെന്നോ എന്തോ ചോദിച്ച്
അമ്മ തിരിഞ്ഞ് കിടന്നുറങ്ങി. അച്ഛനെ വിളിക്കാൻ പറ്റുന്നില്ല. അവിടെ അന്ന് കിടന്നുറങ്ങി. രാവിലെ ഭർത്താവിനോട് പറയാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പുറത്തിരിക്കുന്നവരുടെ ശല്യമുണ്ട്. അവർ ഈ കാര്യം മുഴുവൻ പറഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ പറഞ്ഞു വിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഒരു സേഫ് സൈഡിൽ പറഞ്ഞിങ്ങനെ അവരുടെ ശല്യമുണ്ട്, അവന്മാർ അവിടെ നോക്കുന്നുണ്ട്, രാത്രി അവിടെ നിന്ന് മതിലിൻ്റെ അടുക്ക് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞു. പക്ഷേ അതിന് അയാൾ വലിയ വില കൊടുത്തില്ല. അങ്ങനെ ആരും വരത്തില്ല, അവിടെ നാട്ടിൽ റോഡിൽ ആൾക്കാരുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. അപ്പോൾ ഇവളെ പിന്നെ സൂക്ഷിച്ചാണ്. ഇവളെന്ന് വെച്ചാൽ ഇവൻ ചാടി വന്ന വഴിയിലേക്ക്, പാവം അതിൻ്റെ ബുദ്ധി അങ്ങനെ പോയുള്ളൂ, ചാടി വന്ന വഴിയിലേക്ക് നോക്കി നിന്നാണ് പാത്രം കഴുകുന്നത്. അവന് വരുന്ന കണ്ട ഓടിപ്പോകാമല്ലോ. പക്ഷേ അവൻ വലിയ ബുദ്ധിമാനാണ്, കുരുട്ട് ബുദ്ധി. അവൻ നേരെ പുറവശത്ത് കൂടെ വന്ന് പുറവശം മതിൽ ചാടി മിണ്ടാതെ വന്ന് അവളെ വീണ്ടും ഒരു തവണ കൂടെ പിടിച്ചു. അന്ന് അവൾ ആകുന്നത്ര എതിർത്ത് നോക്കി. അന്നും അവൻ പൊക്കി വലിച്ച് അവരുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി അന്നും അവൻ ബലാത്സംഗം ചെയ്തു. അപ്പോൾ ഇവൾ ആകെ തകർന്നു പോയി. അമ്മയോട് പിറ്റേ ദിവസം പറയണമെന്ന് വിചാരിച്ചു. അമ്മയെ വിളിച്ചു. ഇങ്ങനെ ആൾക്കാർ വന്നു, ചാടിക്കയറി വന്നു. അപ്പം ഞാൻ അകത്തേക്ക് കയറി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു വെച്ചു. അമ്മ പറഞ്ഞു, നീ ഇനി പുറത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെയോ സംഭവിക്കാനുള്ളത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ശല്യമൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടെ നേരത്തെ പാത്രം കഴിയാൻ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കിടന്നതേ ഉള്ളൂ. ഇവർ മതിലിൻ്റെ അടുത്ത് വന്നു. ഇവൾ പുറത്തേക്ക് വന്നപ്പം അവിടെ നിന്ന് കൈകാണിച്ച് മതിലിൻ്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇവൾ വാതുക്കെ തന്നെ നിന്നു. ഉടനെ ഇവൻ ചാടിയകത്തേക്ക് വന്നു. ഇവളകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഇവൻ ഓടി വന്ന് കയ്യെ പിടിച്ചിട്ട് പുറത്ത് വലിച്ചു ഇറക്കി വെച്ചും പറഞ്ഞ്, ഞാനിത് എല്ലാവരോടും പറയും ഈ സംഭവിച്ചത്, അതുകൊണ്ട് നീ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അവന് വഴങ്ങി കൊടുക്കണം. അപ്പോൾ ഇവൾ ഒച്ചത്തി കരഞ്ഞു, വാ പൊത്തി പിടിച്ചു. അവൻ സഹായിച്ചു കൊടുത്തു. മറ്റവൻ അവളെ പിടിച്ചുകൊണ്ട് റേപ്പ് ചെയ്തു. അപ്പോൾ 3 ഇൻസ്റ്റൻസാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിക്ക് പറ്റിയ ഒരു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇത് ആരോടും പറയാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥ അവൾക്കുണ്ടായി എന്നുള്ളതാണ്. അച്ഛനോട് ഇക്കാര്യം പറയാൻ അവൾക്ക് പറ്റുന്നില്ല, അമ്മയോട് പറയാനും പറ്റുന്നില്ല. ഇവരെങ്ങനെ എടുക്കും? 3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അനുവാദത്തോടെ ചെയ്തു എന്ന് അവരൊക്കെ ധരിക്കും. സ്വന്തം ഫാദറിനോടും മദറിനോടും പറയാൻ പറ്റില്ല. അവരപ്പം തന്നെ അടിച്ചിറക്കും. ഭർത്താവിനോട് ഈ വിവരം അവതരിപ്പിച്ചാൽ ഭർത്താവിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അപ്പം പുറത്താകുമെന്നറിയാം. പിന്നെ എല്ലാം വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവളെല്ലാം വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ അവളുടെ ഒരു മോശം സമയം എന്തോ ഒരു 2 മാസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവളുടെ അമ്മായിമ്മ തന്നെയാണ് ഈ വിഷയം കണ്ടുപിടിച്ച് അപ്പം തന്നെ മകനെ വിളിച്ച് പറഞ്ഞു. മോൻ ഫോണിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് വരികയാണ്, നീ ഇനി മുതൽ വേണ്ട, എനിക്ക് വേണ്ട നിന്നെ എന്ന് പറഞ്ഞു പ്രഖ്യാപനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരുഷത്വത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവൾ സ്വന്തം ഇഷ്ടത്താൽ പോയ ആരുടെയും കൂടെ പോയതല്ല, അയാളുടെ വീട്ടിൽ വെച്ച് അവൾക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. ഈ ദുരനുഭവത്തെ നേരിടാൻ സ്വന്തം ഭർത്താവ് എന്ന നിലയിൽ അയാൾക്ക് എന്തുമാത്രം ബാധ്യതയുണ്ട്. അയാളുടെ അച്ഛനും അമ്മയ്ക്കും അയാൾക്കും വേണ്ടി ആ വീട്ടിൽ നിന്ന് ജോലി ഒക്കെ എടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്ത്രീക്ക് പറ്റിയ ഒരു അബദ്ധം, അല്ലെങ്കിൽ അവന്മാർ കാണിച്ചൊരു വൃത്തികേട് കൊണ്ടുണ്ടായ സംഭവത്തിൽ ഒരു പ്രൊട്ടക്ഷനും ആരും കൊടുക്കാൻ തയ്യാറില്ല. ഭൂമിയിൽ അച്ഛനും അമ്മയുമല്ലാതെ ആ സ്ത്രീക്ക് ആരുമില്ലാത്തൊരവസ്ഥ വന്നു. അതിനേക്കാൾ ഉപരി വലിയൊരു ചീത്തപ്പേര് അവളുടെ പുറത്തേക്ക് വന്നു. അവൾ വ്യഭിചരിച്ചിട്ടാണ് ഗർഭിണിയായതെന്ന്. അവൾക്ക് താങ്ങാവുന്നതിൻ്റെ വളരെ കൂടിയ ഒരു സങ്കടമായി അത് മാറി. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അവൾ കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് വിചാരിക്കും. അത് പറഞ്ഞാൽ അവൾക്ക് ചീത്തപ്പേരാകുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അവൾ ഈ വിഷയം ആരോടും പറയാതെ ഒളിച്ചു വെച്ചത്. പക്ഷേ എന്തോ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കൊണ്ട് അത് പുറത്താക്കപ്പെട്ടു. വല്ലാതെ തകർന്നു പോയൊരു സ്ത്രീയെ ഇറക്കി വിട്ട് ഭർത്താവ് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അവളുടെ ബാഗും എടുത്ത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയപ്പം അവൾ തന്നെയാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞത്, എന്നെ ഇങ്ങനെ കൊണ്ടുപോയാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട സ്ത്രീയായിട്ട് നാട്ടുകാർ മുഴുവൻ അറിയും, നമ്മുടെ നാട്ടിലുമൊക്കെ അറിയും. പകരം ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും ബോധ്യപ്പെടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം, അവരെ പിടിക്കണം, അതിൻ്റെ സത്യാവസ്ഥ അവരെങ്കിലും അറിയണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനമ്മയും പറഞ്ഞു, നമുക്ക് വേണ്ട മോളെ, നമുക്ക് പോയി ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം, നമുക്ക് ദൂരെ എവിടെയെങ്കിലുമൊക്കെ അതിനെ ഞങ്ങൾ കൊണ്ടുപോകാം. അത് പറയാനൊന്നും പറ്റില്ല, ഇതെൻ്റെ സ്വഭാവത്തിലും എൻ്റെ ജീവിതത്തിലും ഏറ്റ കറയാണ്, അത് ഞാൻ തന്നെ അത് തീർത്തേ പറ്റുള്ളൂ. നിർബന്ധം പിടിച്ചിട്ടാണ് സിയെ കാണാൻ വന്നത്. പക്ഷേ തലേ ദിവസത്തെ എന്തോ ഒരു റിലക്റ്റൻസ് കാണിച്ചെങ്കിലും പിറ്റേ ദിവസം ഞങ്ങൾ അതിശക്തമായ ഇടത്തോടുകൂടി സിയെ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുകയും ഈ 2 പേരെയും പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു.
പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ ആൾ സിയുടെ മുമ്പിൽ വന്ന് കയറിയുമ്പോൾ തന്നെ ഉണ്ടായ കാര്യം മുഴുവൻ പറഞ്ഞു. അവൾ എണീറ്റ് വന്ന് എൻ്റെ കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പൊന്നാങ്ങളെ കിട്ടി. പോലീസുകാർ ഇങ്ങനെ ഇടപെടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് ആരും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു. എന്നെ നിങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോ. പിന്നെ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ആ കേസിനകത്ത് കൺവിക്ഷൻ ആയെന്നാണ്. ഞാൻ പിന്നെ അതിനകത്തേക്ക് കൂടുതൽ പോയില്ല. ആ പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി. അവളെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടേക്കോ അവർ മാറ്റി നിർത്തിയെന്നറിയാം. എനിക്ക് ബാക്കി ആ കഥകളെല്ലാം പിന്നാമ്പുറം ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ചാൽ നാട്ടുകാർ കൂടുതൽ അറിയും, അല്ലെങ്കിൽ അവൾക്ക് വീണ്ടും മനപ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞു വിടുകയാണോ, അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. ഈ സംഭവത്തെ തുടർന്ന് എനിക്ക് ഒരു സമ്മാനം കിട്ടി. എന്നെ അവർ 2 ആഴ്ച കഴിഞ്ഞപ്പം ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഞങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് മേലുദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനൊക്കെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് എൻ്റെ വീടിനടുത്തുള്ള ജില്ലയിലേക്കാണ്. അപ്പോൾ അതൊരു ഉപകാരമായി മാറി.